അന്ന് രണ്ട് വിഗ്രഹങ്ങളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. 1949 ഡിസംബർ മാസം 22-ാം തീയതി അർദ്ധരാത്രിയിൽ. 23-ാം തീയതി തന്നെ ഈ വിഷയം അറിയുന്ന നെഹ്റു ഗോവിന്ദ് പന്തിനോട് പറയുന്നുണ്ട് അതിൽ അതിവേഗം ഇടപെടണം. അന്ന് ഫൈസാബാദ് ജില്ലാ ഭരണാധികാരിയായിരുന്ന ഒരു കെ നായർ എന്ന് പറയുന്ന ഒരു ICS ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനോട് നോട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ICS ഉദ്യോഗസ്ഥനോ ഗോവിന്ദ് വല്ലഭ് പന്തോ അനുസരിക്കുന്നില്ല. അന്ന് ആ രാംലല്ല വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമാണ്. ഗോവിന്ദ് വല്ലഭ് പന്ത് അതിൽ നിഷ്ക്രിയമായിരിക്കുകയും ആ രാംലല്ലയുടെ വിഗ്രഹം ആ ക്ഷേത്രത്തിൽ തുടരാൻ ഇടയാവുകയും ചെയ്തത്. പകരം എന്താണ് ചെയ്തത്? അത് ക്ലോസ് ചെയ്തിട്ടു. മാത്രമല്ല വർഷത്തിലൊരിക്കൽ ഭക്തജനങ്ങൾക്ക് അവിടെ പോയി ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാമെന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. 1986 രണ്ടാമത് വീണ്ടും അബദ്ധമുണ്ടാവുന്നു. രണ്ടാമത് അത്തവണ ഈ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ്, ഹിന്ദു ഭക്തജനങ്ങൾ ഞങ്ങൾക്കൊരു ബെനിഫിറ്റ് കൂടി തരണം. ഒരു ബെനിഫിറ്റ് നിങ്ങൾ അവിടെ കൊടുത്താൽ ഒരു ബെനിഫിറ്റ് ഇവിടെ